ഭയങ്കരമായിട്ട് വെളിച്ചം, പിന്നെ സൗണ്ട്, ഇതൊന്നും തീരെ പറ്റില്ല. തലവേദന ഈ ഒരു ഭാഗത്താണോ അത് താഴേക്കൊക്കെ ഇറങ്ങി വരാറുണ്ടോ? എനിക്ക് കൂടുതലായിട്ട് ഈ സൈഡത്താണ് വേദനിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് പിന്തലയ്ക്ക് വേദന ഭയങ്കര വേദനയായിട്ട് തോന്നും. പിന്നെ കുമ്പിടുമ്പൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് കുറേ നേരം ഇരുന്ന് വായിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അത് കണ്ണിന് ഒരു ഭയങ്കര ഇതായിട്ട് തോന്നാറുണ്ട്. സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണ്? കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉറക്കമൊക്കെ ശരിക്കും ഉറങ്ങാൻ പറ്റും? തലവേദന കാരണം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഉറങ്ങാൻ പറ്റാറില്ല. കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട്, വയറ്റിനൊക്കെ കൃത്യമായിട്ട് പോവോ? പീരീഡ്സ് ഒക്കെ റെഗുലർ അല്ലേ? എന്നുള്ള കണക്കിന് തലവേദന ഉണ്ട്. കോളേജിൽ പോയി തുടങ്ങി. ട്രാവൽ ചെയ്യുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴൊക്കെയാണ് വൈകിട്ട് വരുമ്പോൾ നല്ല ഇടയ്ക്ക് തലവേദന. ഈ പേഷ്യൻ്റെ പേര് വൃന്ദയ്ക്ക് കുറേ കാലങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് ENT-നൊക്കെ കണ്ട് മൈഗ്രെയിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളല്ലേ? ഓക്കെ, ആൾക്ക് ഞാനിപ്പോൾ മൈഗ്രെയിനോൾ എന്നുള്ള നമ്മുടെ മരുന്ന് കൊടുക്കുകയാണ്. നമ്മളത് കൊടുത്ത് ഒരു 10 days കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ നമുക്ക് റിവ്യൂ എന്തായിന്ന്, എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കാം. വൃന്ദ, ഇപ്പം നമ്മുടെ മൈഗ്രെയിനോളും വർത്തിയൊക്കെ ഉപയോഗിച്ചു 7 ദിവസമല്ലേ നമ്മൾ ഉപയോഗിച്ചത്? ഇപ്പം 20 ദിവസമായി. 7 ദിവസം ഉപയോഗിച്ചിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? നല്ല കുറവുണ്ട്, മാറി തന്നെ പറയാം. നല്ല ആശ്വാസമുണ്ട്. ഇപ്പോൾ കോളേജിൽ പോകാനൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ ബസ്സിലല്ലേ? ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏത് കോളേജിലാണ് പഠിക്കേണ്ടായിരുന്നു? കിഴൂര് വിവേകാനന്ദ കുന്നംകുളം. വീടോ? പെഴുന്നാന. ഇപ്പോൾ പോയി വരാനൊന്നും ബുദ്ധിമുട്ടില്ല? ഇല്ല. ഓക്കെ, അപ്പോൾ നല്ല റിസൾട്ടാണ് അല്ലേ? ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലേ? 7 days അത് മാറി അല്ലേ? ഓക്കെ, അത് വർത്തി 7 days തന്നെയാണോ ഉപയോഗിച്ചത്? ഓക്കെ. മൈഗ്രെയിൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയുടെ ആളാണ് വൃന്ദയ്ക്ക് ക്ലാസ് പോകാൻ പറ്റാതെ, ട്രാവൽ ചെയ്യാൻ പറ്റാതെ, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെളിച്ചം കാണാൻ പോലും വൃന്ദയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നമ്മൾ OPക്ക് കൺസൾട്ടേഷൻ വന്ന ദിവസം വൃന്ദേനെ നമ്മൾ IPയിൽ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് നേരം കിടന്ന് ഒരു 3 മണിയൊക്കെയപ്പോഴാണ് നമ്മൾ വൃന്ദേനെ ഇവിടെ നിന്ന് വിട്ടത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയ ഒരാളാണ് വൃന്ദ. ആൾക്ക് നമ്മൾ മൈഗ്രെയിനോൾ ഈ 7 days ഉപയോഗിച്ച് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വരുന്ന ഒരുപാട് കേസുകളിൽ ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ വൃന്ദയുടെ.